സൗഹൃദങ്ങളിലും പ്രണയബന്ധങ്ങളിലും കണ്ടുവരുന്ന ഏറ്റവും ദോഷകരമായ ഒരു പ്രവണതയാണ് ഗോസ്റ്റ് ലൈറ്റിംഗ്. ഗോസ്റ്റിംഗ്, ഗ്യാസ് ലൈറ്റിംഗ് എന്നീ രണ്ടു വാക്കുകൾ ചേർന്നാണ് ഈ പദം ഉണ്ടായത്. ഇനി ഈ പദങ്ങൾ എന്താണെന്ന് ഒന്ന് പരിചയപ്പെടാം. ഒരു മുന്നറിയിപ്പുമില്ലാതെ ബന്ധത്തിൽ നിന്ന് പെട്ടെന്ന് അപ്രത്യക്ഷമാകുന്നതിനെയാണ് ഗോസ്റ്റിംഗ് എന്ന് പറയുന്നത്. അതേസമയം ഗ്യാസ് ലൈറ്റിംഗ് എന്ന് പറയുന്നത് മനഃശാസ്ത്രവുമായി ബന്ധപ്പെട്ടതാണ്. ഇവിടെ ഒരാൾ മറ്റൊരാളെ നിരന്തരമായ ചോദ്യം ചെയ്യലിലൂടെയോ ഒരാളുടെ വികാരങ്ങളെ നിസ്സാരവൽക്കരിച്ചു കണ്ടോ, നടന്ന സംഭവങ്ങളെ നിഷേധിച്ചോ, കുറ്റപ്പെടുത്തിയോ, നുണ പറഞ്ഞോ മറ്റൊരാളിൽ കൺഫ്യൂഷൻ ഉണ്ടാക്കി അയാളിൽ അധികാരം നേടാനാണ് ശ്രമിക്കുന്നത്. ഇത് ഇരകളിൽ ആശയക്കുഴപ്പം, ഉത്കണ്ഠ, ദുരുപയോഗം ചെയ്യുന്നയാളെ തന്നെ ആശ്രയിക്കുവാൻ പ്രേരണ ഉണ്ടാക്കുക എന്നിവയ്ക്കെല്ലാം കാരണമാകും. 1938 പുറത്തിറങ്ങിയ ഒരു നാടകത്തിലാണ് ഇതാദ്യമായി അവതരിപ്പിക്കപ്പെട്ടത്. ഇരയെ ശാരീരികമായും മാനസികമായും ഉപദ്രവിക്കുവാനും ഉപയോഗിക്കുവാനും വരുതിയിൽ നിർത്താനുമാണ് ഇത് ചെയ്യുന്നത്. എന്നാൽ ഇപ്പോൾ ഗോസ്റ്റിംഗ്, ഗ്യാസ് ലൈറ്റിംഗ് എന്നീ രണ്ട് രീതികളും സംയോജിപ്പിച്ചുള്ള പുതിയ പ്രവണതയും കണ്ടുവരുന്നുണ്ട്. അതാണ് ഗോസ്റ്റ് ലൈറ്റിംഗ്. ലളിതമായി പറഞ്ഞാൽ, ഒരാൾ ഒരു മുന്നറിയിപ്പുമില്ലാതെ ബന്ധത്തിൽ നിന്ന് പെട്ടെന്ന് അപ്രത്യക്ഷമാവുകയും പിന്നീട് കുറച്ചു കാലം കഴിഞ്ഞ് തിരികെ വരുമ്പോൾ താൻ അപ്രത്യക്ഷനായിട്ടില്ലെന്ന് മറ്റേയാളെ വിശ്വസിപ്പിക്കുവാൻ ശ്രമിക്കുകയും ചെയ്യുന്ന രീതിയാണിത്. ഇതിന്റെ പ്രധാന ഘട്ടങ്ങൾ ഇവയൊക്കെയാണ്. യാതൊരു കാരണവുമില്ലാതെ മെസ്സേജുകൾക്കും കോളുകൾക്കും മറുപടി നൽകാതെ ഇവർ നിങ്ങളെ ഒഴിവാക്കും. കുറച്ചു ദിവസങ്ങൾക്കോ മാസങ്ങൾക്കോ ശേഷം ഒന്നും അറിയാത്ത പോലെ ഇവർ വീണ്ടും ബന്ധപ്പെടും. നിങ്ങൾ അവരുടെ തിരോധാനത്തെക്കുറിച്ച് ചോദിക്കുമ്പോൾ, നീ വെറുതെ ഓരോന്ന് സങ്കല്പിക്കുകയാണ്, ഞാൻ എങ്ങും പോയിട്ടില്ലല്ലോ, നിനക്കെന്തോ മാനസിക പ്രശ്നമുണ്ട് എന്നിങ്ങനെയുള്ള മറുപടികൾ നൽകി നിങ്ങളെ തെറ്റുകാരനാക്കാൻ ശ്രമിക്കും. ഇതാണ് പൊതുവെ സംഭവിക്കുക. എന്തുകൊണ്ടാണ് ഇത് അപകടകരമാകുന്നത് എന്ന് കൂടി ചിന്തിക്കാം. ഒന്നാമതായി, ഇതിന് ഇരയാക്കപ്പെടുന്ന വ്യക്തിയുടെ ആത്മവിശ്വാസം തകർക്കപ്പെടുന്നു. സ്വന്തം ഓർമ്മശക്തിയെയും ചിന്താഗതിയെയും സംശയിക്കുവാൻ ഇത് ഇരയാക്കപ്പെടുന്ന വ്യക്തിയെ പ്രേരിപ്പിക്കുന്നു. വ്യക്തമായ മറുപടി ലഭിക്കാത്തത് വ്യക്തിയെ വലിയ രീതിയിലുള്ള ഉത്കണ്ഠയിലേക്കും മാനസിക സമ്മർദ്ദത്തിലേക്കും നയിക്കുന്നു. പയ്യെ താനാണോ ഈ പ്രശ്നങ്ങൾക്ക് കാരണമെന്ന അനാവശ്യ ചിന്ത ഇരയിലുണ്ടാക്കി കുറ്റബോധം വളർത്തുന്നു. ചുരുക്കത്തിൽ, ഒരാളെ മാനസികമായി തളർത്തുന്നതിനും ബന്ധങ്ങളിൽ ആധിപത്യം സ്ഥാപിക്കുന്നതിനും വേണ്ടി ചിലർ ഉപയോഗിക്കുന്ന വളരെ ടോക്സിക് ആയ ഒരു രീതിയാണ് ഗോസ്റ്റ് ലൈറ്റിംഗ്.